ഹായ് ഹലോ ഫാമിലീസ്. ഇന്നത്തെ വ്ലോഗിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ചാനൽ സബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബും ലൈക്കും ഹൈപ്പും ഒന്നും മറക്കരുതേ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ. അതെന്താണെന്ന് വഴിയേ ഞാൻ പറയാമേ. 4 മണിയായപ്പോഴത്തേനും ഞാൻ എണീറ്റു. കാര്യം ഓപ്പോസിറ്റ് ബിലിബിലിയുടെ വീട്ടിൽ പൂജയാണ് കേട്ടോ, അമ്പലത്തിലെ. അതിന് ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഒത്തുകൂടാറുണ്ട്. വെളുപ്പിലെ 4 മണിക്കാണ് ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റടുത്തുള്ളവരും ബന്ധുക്കളൊക്കെ കൂടിയാണ് സദ്യകളും കാര്യങ്ങളും എല്ലാം ഒരുക്കുന്നത്. രാവിലെ തന്നെ എൻ്റെ ഇഡലിയും സാമ്പാറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എനിക്കിവിടെ വലിയ പരിപാടികളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് പെറുക്കിയൊക്കെ കൊടുക്കണം. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ച് കൊടുക്കണം. അതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. പിന്നെ ഈ ചേച്ചിമാരെല്ലാം ബാക്കിയെല്ലാം ചെയ്തോളും. ഇവിടുത്തെ മെയിൻ ഷെഫാണ് നമ്മുടെ ലാലിയമ്മ. അടുപ്പിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ. ലാലിയമ്മ അങ്ങനെ സാമ്പാറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടീം ഇവിടെ അവിയൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം എനിക്ക് പോകാനുള്ള സമയം 5:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജിമ്മിലേക്ക് പോകാനായിട്ട് വീട്ടിലേക്ക് പോവാണേ. എൻ്റെ ഓപ്പോസിറ്റ് വീട് റോഡിന് അപ്പുറമാണ്. ഇതെന്താണെന്നറിയോ? വെളുപ്പിന് തന്നെ എനിക്ക് ബിലിബിലി ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതാണ് സ്പെഷ്യൽ വ്ലോഗെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി അവിടെ എല്ലാവരും എന്നെ വിഷ് ചെയ്തു. അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്നു. കുളിച്ച് റെഡിയായി ബിലിബിലി തന്ന കേരള സാരിയൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണേ. എന്ത് വന്നാലും അമ്പലത്തിൽ പോകണമല്ലോ. അതിൻ്റെ കിതപ്പിന് മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ഞങ്ങൾ രണ്ട് മാച്ചാണ്. എന്നിട്ട് അപ്പുറത്തെ അമ്പലത്തിലേക്ക് പോയി. ആദ്യം തന്നെ അപ്പുറത്തെ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ നമ്മുടെ വട്ടയ്ക്കട്ട് അമ്പലത്തിലേക്ക് പോയി ഞാനും കിതപ്പനും കാശിപ്പനും കൂടെ. എന്ത് വിശേഷം ഉണ്ടായാലും സങ്കടം ഉണ്ടെങ്കിലും ഓടി വരുന്നത് ഇങ്ങോട്ടാണല്ലോ. അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചു. കിതപ്പനും എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടേ. എൻ്റെ ബർത്ത്ഡേക്കൊന്നും അങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എല്ലാ ദിവസത്തെയും പോലെ നോർമൽ ഒരു ഡേ ആയിട്ടാണ് ഞാൻ ഈ ദിവസത്തെ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് സങ്കടം വരും. എങ്കിലും എനിക്ക് എല്ലാ വർഷവും സങ്കടം വരാറുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്നൊക്കെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ സൂപ്പറായിരുന്നു. ഇന്ന് ഞങ്ങളാരും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കില്ല. എല്ലാവരും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ലളിതമ്മ കേതപ്പിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇനി വീട്ടിലേക്ക് പോയി പിന്നെ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ട് ദീപാരാധന വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്നു. ഇപ്പൊ കാശിയില്ല. കാശി വീട്ടിലേക്ക് പോയി. തുമ്പി വിളിച്ചു, അങ്ങോട്ട് പോയി. ഞാനും കേതപ്പനും മാത്രമാണ് വന്നത്. ഇനി തിരികെ പോകുമ്പോൾ കാശിയെ വിളിച്ചിട്ട് വേണം പോവാനായിട്ട്. അമ്പലത്തിൽ ഭയങ്കര സൈലന്റ് ഒരു മൂഡാണ് കേട്ടോ. ഈ മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഹോൺ അടിച്ചിട്ട് ഇവരുടെ ആരും ഡോറ് തുറക്കുന്നില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുക. അങ്ങനെയാണ് തുമ്പി വന്നപ്പോൾ ഡോറ് തുറന്നു. എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാശി അകത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണെന്നാണ് പറഞ്ഞത്. അകത്തേക്ക് വരാനെന്നാണ് എന്നോട് പറയുന്നത്. അതിനിടയ്ക്ക് നിച്ചാപ്പി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കാശിയെ കണ്ടിട്ട് സന്തോഷത്തിന് കാശി കഴിക്കുകയാണെന്ന് പറയാണെന്നാ. ഞാൻ ശരിക്കും ഇപ്പോഴാണ് ഞെട്ടിപ്പോയത് കേട്ടോ. അയ്യോ, വല്ലാണ്ടൊരു സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യവും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് സങ്കടപ്പെട്ടാണ് വന്നത്. എങ്കിലും ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ വരും, വിഷ് ചെയ്യും, കേക്ക് വാങ്ങി വീട്ടിൽ അഥവാ കൊണ്ടുവരുള്ളൂ. ഇങ്ങനെയൊരു സർപ്രൈസ് ഒരുക്കി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമാജിൻ ചെയ്തിട്ടേ ഇല്ല അങ്ങനൊരു സംഭവം. അങ്ങനെ എന്താ പറയുക, ഡോറ് തുറക്കാൻ താമസിച്ചത്. ഇവരിവിടെ സെറ്റ് ചെയ്ത് മെഴുകുതിരിയൊക്കെ കത്തിക്കുകയായിരുന്നു. ഞാൻ അവിടെ ഹോൺ അടിക്കുമ്പോൾ പേടിച്ചിട്ട് ഇവരുടെ ക്യാനിലൊക്കെ ഉരുണ്ട് വീണ് പോവാണെന്നാണ് ഇവർ പറയുന്നത്. എന്നെ അത്രയും പേടിക്കാൻ എന്തിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർ ക്യാനിൽ കത്തിച്ചപ്പോഴത്തേക്കും നമ്മുടെ നിച്ചാപ്പ് കേക്കിൽ കയറി ഒരു വെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഗതികേട് നോക്കണേ. രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുക. സെൻറ്ററിൽ കയറാൻ വേണ്ടി ഞാൻ മതിൽ ചാടേണ്ട അവസ്ഥയാ. ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ എവിടെ കേക്ക് മുറിച്ചാലും ആരുടെയും ഇടതും വലതും ഇവന്മാർ രണ്ടും നിൽക്കും. ഇവന്മാർക്ക് രണ്ടിനും മസ്റ്റായിട്ട് കട്ട് ചെയ്യണം. വെറുതെ അലമ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ രണ്ട് സൈഡിലും അങ്ങ് നിർത്തും കേട്ടോ. അങ്ങനെ മനസ്സിന് ഭയങ്കരായ സന്തോഷത്തോടും സങ്കടത്തോടും കൂടി ഞാൻ കേക്ക് കട്ട് ചെയ്യാണ്. കാര്യം എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യം എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആരും ഓർത്തൊന്നും വെക്കാറില്ലല്ലോ. പിന്നെ മാത്രമല്ല, ഇന്ന് രാവിലെ മുതലേ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സും എല്ലാവരും സ്റ്റാറ്റസും വിഷസും അറിയിച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇത്രയും അധികം ആളുകൾ വിഷ് ചെയ്യുന്നത്. നമ്മളെ അറിയുന്നവരും അറിയാത്തതുമായിട്ട് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യമാണ്. സർപ്രൈസ് തന്നത് നമ്മുടെ തുമ്പിക്ക് തന്നെ ആദ്യം കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പാവം, എനിക്ക് ഒരുപാട് സന്തോഷമായി ട്ടോ. അവളാണ് സാധാരണ ആകപ്പാടെ സ്റ്റാറ്റസ് ഇടാറുള്ളതും വിഷ് ചെയ്യാറുള്ളതും. അതിനിടയ്ക്ക് അവന്മാർ രണ്ടും നല്ല അലമ്പാണ് കേട്ടോ. രണ്ടുപേരുടെയും വാ നിറയെ കേക്ക് കുത്തിക്കയറ്റി നിറച്ച് വെച്ചിരിക്കുക. അങ്ങനെങ്കിലും കുറച്ചു നേരം ബഹളം വെക്കാണ്ടിരിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഇനി നമ്മുടെ ക്യാമറാമാൻ കാശപ്പന് കൊടുക്കാം. കാശപ്പനും കഴിച്ചു. ഞങ്ങൾക്ക് കേക്ക് ഒരു വീക്ക്നെസ് ആണ്. എന്തായാലും കാശപ്പന് എനിക്കും തന്നു.
ഇതിനിടയിൽ രണ്ടെണ്ണത്തിനെ ഓടിച്ചുവിട്ടിട്ട് നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. പക്ഷെ ഞാൻ തന്നെ കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അത്രേ ഉള്ളൂ കാര്യം. അല്ല പിന്നെ നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അതിനിടയ്ക്ക് നമ്മുടെ കുട്ടൻ ജിമ്മും വന്നു. ജിമ്മിൽ പോയിട്ട് വന്ന് വേർത്ത് കുളിച്ചിരിക്കുക. പിന്നെ അയാൾക്കും ഇത്തിരി കേക്കൊക്കെ കൊടുത്തു. അവൻ നേരത്തെ കേക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് പോയത് കേട്ടോ. അവനും എനിക്ക് കുറച്ച് തന്നു. പിന്നെ അതിനിടയ്ക്ക് കുറെ റീടേക്ക് ആവശ്യം വന്നു. അത് ഫോട്ടോ എടുപ്പിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ലളിത ചേച്ചി നമ്മുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ഇതൊന്നും അറിയുന്നില്ല പാവം. നമ്മളും അറിയുന്നില്ലല്ലോ. അമ്പലത്തിൽ പോയിട്ട് എളുപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കുറേ നേരമായില്ലേ. ഇനി എത്രയും പെട്ടെന്ന് വീട് പിടിക്കണം. അതാണ് ലക്ഷ്യം. കാര്യം ഇനി അവിടെ ചെന്നിട്ട് വേണമല്ലോ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അതിനിടയ്ക്ക് എന്താണ് തുമ്പി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാൻ. അവൾക്ക് ക്യാമറ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പം സർപ്രൈസ് ആണ് തുമ്പിക്ക് ടാറ്റ പറഞ്ഞ് വീട്ടിൽ വന്ന് പാതിരാത്രി 12 മണിയാവുന്നതിന് ഇത്തിരി മുമ്പാണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. ദേഷ്യം വരില്ലേ? അതാണ്. അതിനിടയ്ക്ക് ഈ മനുഷ്യൻ എന്തൊക്കെയാ കാണിക്കുന്നത്. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു.